നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വളക്കയിലെ സ്കൂൾ ബസ് അപകടം, പ്രതിഷേധമിരമ്പുന്നു. RTO ഓഫീസിലേക്ക് ഇരച്ചുകയറി KSU പ്രവർത്തകർ, ബലം പ്രയോഗിച്ച് അറസ്റ്റ്. ഗതാഗത മന്ത്രി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നീട്ടി നൽകിയെന്ന് ആരോപണം. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ സാമ്പത്തിക നയം പ്രതിഷേധവുമായി KTDC എംപ്ലോയീസ് അസോസിയേഷൻ CITU. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ തന്നെ കോർപ്പറേറ്റുകൾക്ക് അടിയറ പറയുകയാണെന്ന് അരക്കൻ ബാലൻ. പ്രതിഷേധം ഹെഡ് പോസ്റ്റ് ഓഫീസിനു മുന്നിൽ. സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറിന് ഊഷ്മള യാത്രയയപ്പ്. പരിപാടി സംഘടിപ്പിച്ചത് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും പോലീസ് അസോസിയേഷനും സംയുക്തമായി. പറഞ്ഞു കേൾക്കുന്നതിനേക്കാൾ അനുഭവിക്കുമ്പോൾ കണ്ണൂർ വ്യത്യസ്തമാണെന്ന് യതീഷ് ചന്ദ്ര. വാർത്തകൾ വിശദമായി. സ്കൂൾ ബസ് മറിഞ്ഞ് വിദ്യാർത്ഥി മരിച്ച സംഭവം. കണ്ണൂരിൽ RTO ഓഫീസിലേക്ക് ഇരച്ചുകയറി KSU പ്രതിഷേധം. സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് ഗതാഗത മന്ത്രി ഇടപെട്ട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നീട്ടി നൽകിയെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. തളിപ്പറമ്പ് കുറുമാത്തൂരിൽ കഴിഞ്ഞ ദിവസം സ്കൂൾ ബസ് മറിഞ്ഞ് വിദ്യാർത്ഥിനി മരണപ്പെടുകയും നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നതിൽ പ്രതിഷേധിച്ചാണ് KSU RTO ഓഫീസിൽ ഇരച്ചു കയറിയത്. കണ്ണൂർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറുടെ ഓഫീസിലേക്കാണ് KSU പ്രതിഷേധം നടന്നത്. വിദ്യാർത്ഥികളെ കൊലക്ക് കൊടുക്കും, അധികാരികളെ പ്രതിഷേധം. സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് ഗതാഗത മന്ത്രി ഇടപെട്ട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നീട്ടി നൽകുക വഴി വിദ്യാർത്ഥികളുടെ ജീവന് സർക്കാർ ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നും സമരക്കാർ ആരോപിച്ചു. മാനദണ്ഡങ്ങളെല്ലാം ഉദ്യോഗസ്ഥർ തന്നെ അട്ടിമറിക്കുന്നുവെന്നും ഇവർ പറഞ്ഞു. തോട്ടട ലൈഫ് ലൈനിൽ എതിർവശത്തായി ഹൈടെൻഷൻ വൈദ്യുതി ലൈനിൽ തീപിടുത്തം. ഇലക്ട്രിസിറ്റി ജീവനക്കാരുടെയും ഫയർഫോഴ്സിന്റെയും സംയോജിത ഇടപെടൽ കാരണം വൻ അപകടമാണ് ഒഴിവായത്. ഒരാഴ്ച മുന്നേ കൗസല്യ കമ്പനിക്ക് മുൻപിലും ഇതേ ഹൈടെൻഷൻ ലൈനിൽ സമാന സംഭവം ഉണ്ടായിരുന്നു. അന്ന് പ്രദേശത്ത് ഇന്റർനെറ്റ് സേവനം തടസ്സപ്പെടുകയും സിറ്റി ചാനലിന്റെ കേബിളുകൾ കത്തിനശിക്കുകയും ചെയ്തിരുന്നു. കണ്ണൂർ വിമാനത്താവള റൺവേ ഭൂമി ഏറ്റെടുക്കാതിരിക്കൽ. ജനുവരി 6-ന് ഭൂവുടമ കർമ്മസമിതി കണ്ണൂർ കളക്ടറേറ്റിലേക്ക് മാർച്ചും പ്രതിഷേധ ധർണയും നടത്തുമെന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ചന്ദ്രൻ കല്ലാട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുൻ MLA MV ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ റൺവേ വികസനത്തിന് വേണ്ടി അക്വയർ ചെയ്ത കീഴല്ലൂർ വില്ലേജിൽ കാനാട്, കീഴല്ലൂർ പ്രദേശങ്ങളിലായുള്ള ഭൂമി സർക്കാർ ഏറ്റെടുക്കണമെന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ചന്ദ്രൻ കല്ലാട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കീഴല്ലൂർ പഞ്ചായത്തിലെ കാനാട്, അതുപോലെ കീഴല്ലൂർ വില്ലേജുകളിലായി, കീഴല്ലൂർ ദേശത്തായി 245 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 8 വർഷക്കാലം ആയി അതിൻ്റെ നടപടികൾ ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുകയാണ്. 2017 അതിൻ്റെ നടപടി ആരംഭിച്ചത്. 2018 അതിൻ്റെ ഫോർമൽ നോട്ടിഫിക്കേഷൻ വരികയുണ്ടായി. എന്നാൽ ഇതേവരെ അത് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുടർ നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ പ്രദേശത്തെ ജനങ്ങൾ വലിയ ദുരിതത്തിലാണ്. നമുക്ക് അവിടെ ഉള്ള വീടുകൾ തകർന്ന് ചേലായപ്പോൾ അത് റിപ്പയർ ചെയ്യുന്നതിന് പോലും പഞ്ചായത്തിന് അനുമതി കിട്ടുന്നില്ല. പുതിയ വീടുകൾ എടുക്കാൻ വേണ്ടി കഴിയുന്നില്ല. ഭൂമി പണയപ്പെടുത്തി വായ്പ എടുക്കാൻ വേണ്ടി കഴിയുന്നില്ല. ഈ രീതിയിൽ വലിയ ദുരിതം കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുകയാണ്. ഇതിനിടയിൽ ഭൂവുടമ കർമ്മസമിതി നിരവധി ഈ ഇടപെടലുകൾ നടത്തിയിരുന്നു. പക്ഷെ അതൊന്നും ഫലം കണ്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴുള്ള അവസ്ഥ. ജനങ്ങൾ ദുരിതത്തിലായതുകൊണ്ട് തന്നെ ഈ ഭൂമി ഏറ്റെടുക്കൽ നടപടി എത്രയും പെട്ടെന്ന് നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള പ്രക്ഷോഭ സമരങ്ങൾ ആരംഭിക്കണമെന്ന് ഇപ്പോൾ അതിൻ്റെ കർമ്മസമിതി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ജനുവരി മാസം 6-ാം തീയതി തിങ്കളാഴ്ച കളക്ട്രേറ്റ് മാർച്ച് നടത്താനും തുടർന്ന് ശക്തമായുള്ള തുടർ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത്.
സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് ഭൂമി ഏറ്റെടുക്കാതിരുന്നത്. ഇത് കാരണം 210 കുടുംബങ്ങൾ ദുരിതത്തിലാണ്. മഴക്കാലത്ത് വിമാനത്താവളത്തിൽ നിന്നും വെള്ളം താഴേക്ക് കുത്തിയൊലിക്കുന്നത് കാരണം 7ഓളം വീടുകൾ ആൾതാമസമില്ലാതെയായി മാറി. 245.32 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിന് 2018 സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടും ഇക്കാര്യത്തിൽ നടപടി ഉണ്ടായില്ല. തൊട്ടടുത്ത് കിൻഫ്രയ്ക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുക്കൽ ദ്രുതഗതിയിൽ നടന്നു വരികയാണ്. പലവിധ കാരണങ്ങളാൽ കിയാൽ ഇതുവരെ ഭൂമി ഏറ്റെടുക്കുന്ന നടപടി സ്വീകരിക്കുന്നില്ല. നിരവധി നിവേദനങ്ങൾ നൽകിയിട്ട് നടപടി ഉണ്ടാവുന്നില്ലെന്നും അതിനാൽ ഭൂവുടമകൾ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും ചന്ദ്രൻ കല്ലാട്ട് ആവശ്യപ്പെട്ടു. ഇതിന്റെ ഭാഗമായി ജനുവരി 6 ഭൂവുടമ കർമ്മസമിതി കണ്ണൂർ കലക്ടറേറ്റിലേക്ക് മാർച്ചും പ്രതിഷേധ ധർണയും നടത്തും. കൺവീനർ PC വിനോദൻ, KK ഗംഗാധരൻ നമ്പ്യാർ, KP ജഗദീഷ്, P പ്രമോദ്, T രമേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. സ്നേഹവീട്ടിൽ സ്നേഹത്തിൽ പൊതിഞ്ഞ പുതുവർഷത്തെ വരവേറ്റ് CHM സ്കൂളിലെ JRC വിദ്യാർത്ഥികളും അധ്യാപകരും. അന്തേവാസികൾക്കുള്ള കുഞ്ഞു സഹായങ്ങളുമായാണ് യൂണിറ്റ് അംഗങ്ങൾ എത്തിയത്. ഒപ്പം ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കാനും കഴിഞ്ഞതിന്റെ സന്തോഷം ഓരോരുത്തരുടെയും മുഖത്ത് നിറഞ്ഞിരുന്നു. ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് അധ്യാപകരും പ്രതികരിച്ചു. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വളക്കയിലെ സ്കൂൾ ബസ് അപകടം, പ്രതിഷേധമിരമ്പുന്നു. RTO ഓഫീസിലേക്ക് ഇരച്ചുകയറി KSU പ്രവർത്തകർ, ബലം പ്രയോഗിച്ച് അറസ്റ്റ്. ഗതാഗത മന്ത്രി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നീട്ടി നൽകിയെന്ന് ആരോപണം. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ സാമ്പത്തിക നയം പ്രതിഷേധവുമായി KTDC എംപ്ലോയീസ് അസോസിയേഷൻ CITU. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ തന്നെ കോർപ്പറേറ്റുകൾക്ക് അടിയറ പറയുകയാണെന്ന് അരക്കൻ ബാലൻ. പ്രതിഷേധം ഹെഡ് പോസ്റ്റ് ഓഫീസിനു മുന്നിൽ. സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറിന് ഊഷ്മള യാത്രയയപ്പ്. പരിപാടി സംഘടിപ്പിച്ചത് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും പോലീസ് അസോസിയേഷനും സംയുക്തമായി. പറഞ്ഞു കേൾക്കുന്നതിനേക്കാൾ അനുഭവിക്കുമ്പോൾ കണ്ണൂർ വ്യത്യസ്തമാണെന്ന് യതീഷ് ചന്ദ്ര. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ സാമ്പത്തിക നയങ്ങൾക്കും വിലക്കയറ്റത്തിനുമെതിരെ KTDC എംപ്ലോയീസ് അസോസിയേഷൻ CITU കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. CITU സംസ്ഥാന കമ്മിറ്റി അംഗം അരക്കൻ ബാലൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നാളിതുവരെ ഇല്ലാത്ത അതീവ ദാരുണമായ ഒരവസ്ഥയാണ് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ പ്രത്യക്ഷത്തിൽ ഭരണകൂടമെന്ന് പറയുന്ന 3 തൂണുകളും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ലെജിസ്ലേറ്റീവും ഉപയോഗിച്ചുകൊണ്ട് പാർലമെന്റിനെ നോക്കുകുത്തുകളാക്കി പാർലമെന്റ് എല്ലാവരെയും പ്രതിപക്ഷത്തെ സംസാരിക്കാൻ അവസരമില്ലാതെ
സസ്പെൻഡ് ചെയ്തുകൊണ്ടും വർധന നിയമങ്ങളും കരി നിയമങ്ങളും ജനവിരുദ്ധ ജനദ്രോഹ നിയമങ്ങളും ഒന്നിനു പുറകെ മറ്റൊന്നായി രാജ്യത്തെ സമ്പന്നന്മാർക്ക് വേണ്ടി, കുത്തകക്കാർക്ക് വേണ്ടി, കോർപ്പറേറ്റുകാർക്ക് വേണ്ടി അടിയറ പറയുന്ന ഒരു ഭരണകൂടമാണ് രാജ്യത്തിന്റെ അകത്ത് മോദിയുടെ നേതൃത്വത്തിൽ നടമാടുന്നത് എന്ന കാര്യം ഞാൻ പറയാതെ നിങ്ങൾക്കറിയുന്നതാണ്. ജില്ലാ പ്രസിഡന്റ് നിജിൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു. നിഷാദ് പി എസ് പ്രസാദ്, കെ ബാലകൃഷ്ണൻ, ശരവണൻ, ശ്രീധരൻ, ജസ്ന, ബ്രിൻസി എന്നിവർ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. താണയിലെ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ലൈബ്രറി പ്രവർത്തനം തുടങ്ങി. ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥാപിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി നിർവഹിച്ചു. നല്ല ഹൈടെക് ആയിട്ട് നമുക്ക് OP കൗണ്ടർ സജ്ജീകരിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ജില്ലാ പഞ്ചായത്തിലെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല രീതിയിൽ ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ ഈ ആശുപത്രിയുടെ ഭാഗമായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. മറ്റ് കൂടുതലൊന്നും സൂചിപ്പിക്കുന്നില്ല. നമ്മുടെ HMC അംഗങ്ങളുടെ ബാക്കി കാര്യങ്ങളെല്ലാം സംസാരിക്കും. വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ അധ്യക്ഷത വഹിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ PV ശ്രീനിവാസൻ, ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ M ഗംഗാധരൻ, M ഉണ്ണികൃഷ്ണൻ, രാകേഷ് മന്തമ്പേത്ത്, BG രഘുനാഥ്, ലൈബ്രറി സെക്രട്ടറി M സഞ്ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. അഞ്ചരക്കണ്ടി ക്ഷീരോത്പാദക സഹകരണ സംഘം, മലയാള മനോരമ കർഷക ശ്രീയും സംയുക്തമായി മുഴപ്പാലയിലെ ക്ഷീരോത്പാദക സഹകരണ സംഘം ഹാളിൽ വെച്ച് കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു. അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ലോഹിതാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷീരസംഘം പ്രസിഡന്റ് PR അശോകൻ അധ്യക്ഷത വഹിച്ചു. പൂക്കോട് സയൻസ് ഡയറി കോളേജ് NSS യൂണിറ്റ് സ്പെഷ്യൽ ക്യാമ്പയിന്റെ ഉദ്ഘാടനം ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സജിനി നിർവഹിച്ചു. പൂക്കോട് വെറ്റിനറി കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അർച്ചന ചന്ദ്രൻ, അഞ്ചരക്കണ്ടി പഞ്ചായത്ത് മെമ്പർ VV വത്സല, ക്ഷീരസംഘം സെക്രട്ടറി PP മനോജ് എന്നിവർ പ്രസംഗിച്ചു. പശുവളർത്തൽ എങ്ങനെ ആദായകരമാക്കാം എന്ന വിഷയത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോഓർഡിനേറ്റർ M വിജയൻ ക്ലാസ് എടുത്തു. മുഴങ്ങുന്നുണ്ടെന്ന് പറഞ്ഞതുപോലെ ഒരു കാലഘട്ടത്തിൽ പശു നമ്മുടെ ഐശ്വര്യത്തിന്റെ സിംബലായിരുന്നു. ഒരു കാലഘട്ടത്തിൽ പശു നന്മയുടെ ഉറവിടമായിരുന്നു. നന്മ മാത്രം ചെയ്യുന്ന ഒരു മൃഗം ഈ ലോകത്ത് പിറവിയെടുത്ത തന്റെ സിരകളിലോടുന്ന ചുടുരക്തത്തെ പാലനയമൃതാക്കി മാറ്റി തന്റെ വിജോമനയ്ക്ക് പോലും നൽകാതെ മാനവരാശിയുടെ ആരോഗ്യത്തിന് വേണ്ടി ആവോളം ചുരന്ന് നൽകുന്ന ഗോമാതാവ്. നിങ്ങൾ നോക്കൂ, അതിന്റെ ഒന്നും കളയാനില്ല. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറയുന്ന പോലെ PK സുരേഷ് ബാബു പറയുന്നത് എന്താണ്? അല്ലെ, മനുഷ്യൻ കഴിക്കുന്നത് എല്ലാം നല്ലത്, പക്ഷെ മനുഷ്യൻ നിന്ന് പുറത്തു വരുന്നത് ആർക്കും അല്ലേ എത്ര ഭീകരമാണ് അതിന്റെ അവസ്ഥ. മറിച്ച് പശുവിന് കെട്ടതും കുളിച്ചതും നാളെ ഇതെല്ലാം കൊടുക്കുന്നു, പക്ഷേ പശുവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അത് പാലായിക്കോട്ടെ, അത് മൂത്രമായിക്കോട്ടെ, അത് ചാണകമായിക്കോട്ടെ, എന്തും നമ്മുടെ ഭക്ഷ്യ വിഭവം തന്നെയാണ്. അഴീക്കോട് ചാൽ ബീച്ച് ഫെസ്റ്റ് സമാപിച്ചു. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KK രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. IRPCക്കുള്ള ഉപകരണങ്ങളും ചടങ്ങിൽ കൈമാറി. KV സുമേഷ് MLA മുഖ്യാതിഥിയായി. അഴീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് K അജീഷ് അധ്യക്ഷനായി. സാമൂഹിക നീതി വകുപ്പ് ഏർപ്പെടുത്തിയ മികച്ച സർഗാത്മക ബാലനുള്ള പുരസ്കാരം നേടിയ വജസ്രതീഷിനെയും MBBS ബിരുദം നേടിയ ഡോക്ടർ ഹരിത K ഹരീഷിനെയും ആദരിച്ചു. റീൽസ് മത്സരത്തിൽ വിജയിച്ച പ്രജിൻ തേനായിക്കും ഉപഹാരം നൽകി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A റീന, വളപട്ടണം ഇൻസ്പെക്ടർ TP സുമേഷ്, A സുരേന്ദ്രൻ, KV ഉഷ, ഡോക്ടർ NK സൂരജ്, PV ഹൈമ എന്നിവർ സംസാരിച്ചു. E ശിവദാസൻ സ്വാഗതവും R സനീഷ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കണ്ണൂരിൽ നിന്നും സ്ഥലം മാറി പോകുന്ന സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറിനെ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും ചേർന്ന് യാത്രയയപ്പ് നൽകി. കണ്ണൂർ പോലീസ് സൊസൈറ്റി ഹാളിൽ നടന്ന ചടങ്ങ് DIG യതീഷ് ചന്ദ്ര ഉദ്ഘാടനം ചെയ്തു. ഒരു മാറ്റം തന്നെ വന്നിട്ടുണ്ട് കണ്ണൂരിൽ. ആദ്യം കണ്ണൂരിലേക്ക് വരാൻ ഓഫീസർമാർ ഒരുപാട് പേടിക്കേണ്ട ഒരു അവസരങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് ASP അണ്ടർ ട്രെയിനിങ് ആയിട്ട് കൊടുത്തപ്പോൾ കണ്ണൂരിൽ ചില ആളുകൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യണം, ദിസ് വാസ് ദ ടോക്ക്. അപ്പം ഇവിടെ വന്ന ശേഷം മനസ്സിലായി കണ്ണൂർ ഈസ് എ ഡിഫറെൻറ്റ്, എന്താ പറയുക, ഒരു കൾച്ചർ തന്നെ ഡിഫറെൻ്റ് ആണ്. ഈ കൾച്ചറിനെ ആര് പഠിക്കുമോ, കണ്ണൂർ മീൻസ് ഇറ്റ്സ് നോട്ട് ഓൺലി കണ്ണൂർ, കാസർഗോഡ്, അങ്ങോട്ട് നോർത്തേൺ മലബാറിലെ കൾച്ചർ തന്നെ ഡിഫറെൻ്റ് ആണ്. സോ ആ കൾച്ചറെ ആറ് നന്നായിട്ട് പഠിക്കുമോ, ആ പഠിച്ചിട്ട് അത് പ്രകാരം നമ്മൾ റിയാക്ഷൻ കൊടുക്കും, ആ ഓഫീസേഴ്സ് വിൽ ബി ഡൂയിങ് എക്സലന്റ് സർവീസ്.
കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PA ബിനു മോഹൻ അധ്യക്ഷത വഹിച്ചു. അഡീഷണൽ പോലീസ് സൂപ്രണ്ട് KV വേണുഗോപാൽ, പോലീസ് സംഘടനാ ഭാരവാഹികളായ രമേശൻ വെള്ളോറ, PV രാജേഷ്, ഷൈജു മച്ചാത്തി, K രാജേഷ്, സന്ദീപ് കുമാർ, T പ്രജീഷ്, V സിനീഷ്, NP കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വലിയന്നൂർ LP സ്കൂളിൽ അംഗനവാടി നഴ്സറി കുട്ടികൾക്കായി ഏകദിന ക്യാമ്പ് മിന്നാമിന്നി സംഘടിപ്പിച്ചു. കണ്ണൂർ നോർത്ത് BRC ട്രെയിനർ വർഷ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ രവീന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വിപിന BP ക്ലാസിന് നേതൃത്വം നൽകി. പട്ടി എങ്ങനെ മിണ്ടും, കുറുക്കനെങ്ങനെ മിണ്ടും, കുറുക്കനെങ്ങനെ മിണ്ടും. BRC ട്രെയിനർ അതുൽ മാസ്റ്റർ ആശംസകൾ അർപ്പിച്ചു. ഹെഡ് മിസ്ട്രസ് ദീക്ഷിത ടീച്ചർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി പ്രത്യൂഷ് ടീച്ചർ നന്ദിയും പറഞ്ഞു. സമാപന ചടങ്ങിൽ അംഗനവാടി വർക്കർമാരെയും ഹെൽപ്പർമാരെയും മദർ PTA പ്രസിഡന്റ് സിനി പൊന്നാട അണിയിച്ച് ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികൾ, സ്കൂൾ വികസന സമിതി അംഗങ്ങൾ, നാട്ടുകാർ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. ഒരു വീട്ടിൽ ഒരു സർക്കാർ ജോലി. കിഴുന്നപ്പാറ ആലിങ്കലിലെ സൗജന്യ പരിശീലന കേന്ദ്രം 25ാം വർഷത്തിലേക്ക്. വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ ആലിങ്കലിൽ നടന്നു. 2001 ജനുവരി 1 ആരംഭിച്ച കേന്ദ്രത്തിന്റെ സാരഥികൾ സാമൂഹ്യ വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തകൻ ജനു ആയിച്ചാൻ കണ്ടിയും ഇന്ത്യൻ നാവികസേനയിൽ നിന്നും വിരമിച്ച T മോഹൻദാസുമാണ്. ഇവിടെ നിന്നും പരിശീലനം നേടിയ 300-ലധികം പേർ ഇതിനകം വിവിധ സർക്കാർ സർവീസുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു വീട്ടിൽ ഒരു സർക്കാർ ജോലി ഉറപ്പാക്കുക, ലഹരി മാഫിയയിൽ നിന്ന് തലമുറയെ സംരക്ഷിക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് കീഴുന്നയിൽ കരിയർ ഗൈഡൻസ് പ്രവർത്തനം തുടങ്ങിയത്. ഇതിലൂടെ പരിശീലനം നേടിയ 300-ലധികം പേർ ഇതിനകം വിവിധ സർക്കാർ സർവീസുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. 5ഓളം പേർ സർവീസിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു. സാമൂഹ്യ സേവനം മാത്രം ലക്ഷ്യമാക്കി തികച്ചും സൗജന്യമായാണ് പരിശീലനം നൽകി വരുന്നത്. തുന്നൽ വേല ചെയ്ത് സിവിൽ പോലീസ് ഓഫീസറായ P ഷിനോദ് മുതൽ കെട്ടിട നിർമ്മാണ തൊഴിലെടുത്ത് വില്ലേജ് അസിസ്റ്റന്റായി പ്രവർത്തിച്ച് വിരമിച്ച K പ്രകാശൻ വരെയും ഉന്നത പദവിയിലിരിക്കുന്ന ധാരാളം പേരും പട്ടികയിലുണ്ട്. കുറ്റിക്കകം ട്യൂഷൻ സെന്ററിൽ 2001 ജനുവരി 1 തുടക്കമിട്ട സ്ഥാപനം ഇന്ന് കീഴുന്ന ആലിങ്കൽ സന്നിധാനത്തിന്റെ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. കെട്ടിട ഉടമ തികച്ചും സൗജന്യമായാണ് പരിശീലനത്തിന് കെട്ടിടം വിട്ടു നൽകിയത്. 50 പേരിലധികം പേർ നിത്യേന പരിശീലനത്തിനായി എത്തുന്നുണ്ട്. ബോർഡോ പരസ്യമോ ഇല്ലാതെയാണ് ഈ സ്ഥാപനം 25 വർഷം വിജയകരമായി പൂർത്തിയാക്കിയത് എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. സാമൂഹ്യ വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തകൻ ജനു ആയിച്ചാൻ കണ്ടിയും ഇന്ത്യൻ നാവികസേനയിൽ നിന്ന് വിരമിച്ച T മോഹൻദാസുമാണ് ഇതിന്റെ സ്ഥാപകർ. കരിയർ ഗൈഡൻസിന്റെ രജത ജൂബിലി വിവിധ പരിപാടികളോടെ കീഴുന്ന ആലിങ്കൽ യോഗീശ്വര സന്നിധാനത്ത് നടന്നു. കണ്ണിൽ കണ്ടത് എന്ന പേരിലുള്ള ക്യൂസ് മത്സരം, കൗതുക മത്സരം, സമ്മാന വിതരണം, പൊതുസദസ്, കലാപരിപാടികൾ എന്നിവയുണ്ടായി. തഹസിൽദാർ V ഷിനു ഉദ്ഘാടനം ചെയ്തു. ജനു ആയിച്ചാൻ കണ്ടി അധ്യക്ഷത വഹിച്ചു. T മോഹൻദാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. MC സദാനന്ദൻ, റിട്ടയർഡ് AEO PV വിനോദൻ, സിറ്റി SI ധന്യ ബിനോയ്, സത്യൻ എടക്കാട്, M വിനോദൻ, റിട്ടയർഡ് BCO A പ്രകാശ്, PV സജിത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കിഴുന്ന ശ്രീ പുതുക്കുടി മന്തപ്പൻകാവ് ആണ്ടിത്തിറ മഹോത്സവത്തിന് തുടക്കമായി. ഉച്ചയ്ക്ക് 3:10-നും 4:15-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലായിരുന്നു കാവിൽ കയറൽ. 3 ദിവസങ്ങളിലായി നടക്കുന്ന തിറ മഹോത്സവത്തിൽ വിവിധ പരിപാടികളും അരങ്ങേറും. രാവിലെ 7 മണിക്ക് ഗണപതി ഹോമത്തോടു കൂടിയാണ് ഉത്സവത്തിന് തുടക്കമായത്. ഉച്ചയ്ക്ക് 3:10-നും 4:15-നും ഇടയിലുള്ള മുഹൂർത്തത്തിൽ കാവിൽ കയറൽ നടന്നു. തുടർന്ന് ഗുളികൻ വെള്ളാട്ടം, 6 മണിക്ക് പനോന്നേരി ശിവക്ഷേത്ര മഹിളാ ഭക്ത സംഘം അവതരിപ്പിച്ച ഭജനസന്ധ്യ, 6:30-ന് കതിവനൂർ വീരൻ തിടങ്ങൽ തോറ്റം എന്നിവ നടന്നു. രാത്രി 9 മണിക്ക് ഹെവൻ സ്പോൺസർ ചെയ്യുന്ന ഗാനമേള അരങ്ങേറും. 2ാം ദിനം ഗുളികൻ വെള്ളാട്ടം, ഗുരുക്കൽ വെള്ളാട്ടം, കതിവനൂർ വീരൻ തോറ്റവും ആയുധാഭ്യാസ പ്രകടനവും ഗുരുക്കൽ തെയ്യവും നടക്കും. അവസാന ദിനം പുലർച്ചെ 3 മണിക്ക് ഗുളികൻ തെയ്യം, കതിവനൂർ വീരൻ തിരുമുടി എന്നിവയും ഉണ്ടാവും. തുടർന്ന് JK ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന കരോക്കെ ഗാനമേളയും അരങ്ങേറും. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ.
സ്വർണം ഗ്രാമിന് 7260, പവന് 58,080 രൂപ, വെള്ളി 98 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വളക്കയിലെ സ്കൂൾ ബസ് അപകടം, പ്രതിഷേധമിരമ്പുന്നു. RTO ഓഫീസിലേക്ക് ഇരച്ചുകയറി KSU പ്രവർത്തകർ, ബലം പ്രയോഗിച്ച് അറസ്റ്റ്. ഗതാഗത മന്ത്രി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നീട്ടി നൽകിയെന്ന് ആരോപണം. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ സാമ്പത്തിക നയം പ്രതിഷേധവുമായി KTDC എംപ്ലോയീസ് അസോസിയേഷൻ CITU. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ തന്നെ കോർപ്പറേറ്റുകൾക്ക് അടിയറ പറയുകയാണെന്ന് അരക്കൻ ബാലൻ. പ്രതിഷേധം ഹെഡ് പോസ്റ്റ് ഓഫീസിനു മുന്നിൽ. സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറിന് ഊഷ്മള യാത്രയയപ്പ്. പരിപാടി സംഘടിപ്പിച്ചത് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും പോലീസ് അസോസിയേഷനും സംയുക്തമായി. പറഞ്ഞു കേൾക്കുന്നതിനേക്കാൾ അനുഭവിക്കുമ്പോൾ കണ്ണൂർ വ്യത്യസ്തമാണെന്ന് യതീഷ് ചന്ദ്ര. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.